ഒരുപാട് പെറ്റ് ഗ്രൂമേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ലേഡി പെറ്റ് ഗ്രൂമറിനെ കാണുന്നത്. നമ്മളിത് ഫോണിൽ വിളിച്ച് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ലേഡിയാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ സ്റ്റാഫോ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് സമയം പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് പോവുകയാണ് ചെയ്തത്. കാരണം വേറെ വല്ല പെറ്റ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് പെറ്റ്സും കൂടെ കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൊമ്പ് കോർക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോ പെറ്റ്സിനും അവർ ഓരോ സമയം തരുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്ത് എത്തി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇവരാണോ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നവർ ഫുള്ളി സർട്ടിഫൈഡ് ആണ് കേട്ടോ. ഇത് ചെയ്യുന്ന ചേച്ചിയാണോ എൻ്റെ പ്രായമാണോ എന്ന് എനിക്കറിയില്ല. അവർ ഓൾറെഡി ഒരു നേഴ്സ് എന്തായിരുന്നു, പിന്നെയാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ തിരൂര് ഒരു പെറ്റ് ഗ്രൂമിങ് സെൻറ്റേഴ്സും അവൈലബിൾ ആയിരുന്നില്ല. എൻ്റെ പെറ്റിന് ഇപ്പോൾ 6 months ആയി. ഞങ്ങൾ 6 month ആയിട്ട് ഓരോ സ്ഥലത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഉള്ളത് കോഴിക്കോടാണ് ഒരു ഓപ്ഷൻ. പക്ഷേ കോഴിക്കോട് വരെ കാറിൽ ഇവൻ ഇത്രയും നേരം ഇരിക്കുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം നമ്മളങ്ങനെ കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ ഹോം ഗ്രൂമിങ് ഉണ്ട്. പക്ഷേ ഹോം ഗ്രൂമിങ് ഒക്കെ പറഞ്ഞ റേറ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര കത്ത് റേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് അവസാനം ഞങ്ങളൊരു ദിവസം ഈ ഓണത്തിൻ്റെ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഗൂഗിൾ തപ്പുന്നതിൻ്റെ ഇടയിൽ ഇത് കണ്ടതും ഇൻസ്റ്റഗ്രാമിൽ പോയി അവരുടെ നമ്പർ എടുത്ത് അവരെ കോണ്ടാക്ട് ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ ഈ പെറ്റിന് നമ്മൾ മേടിച്ച് കൊടുന്ന ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6 മാസമായി. 6 മാസം പ്രായമേ ഉള്ളൂ. അവൻ്റെ ചെവി ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. വാക്സിനും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ചെവി ക്ലീൻ ചെയ്തിട്ടില്ല. അതേപോലെ നഖം, അവന് അത്യാവശ്യം നഖം വളരുന്നുണ്ട്, പെട്ടെന്ന് വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിയാൽ ശരിയാവത്തില്ലല്ലോ, ചിലപ്പോൾ മുറിഞ്ഞു പോയാലോ. ഭയങ്കര സൈലൻ്റാണ് ഇവൻ. അങ്ങനെ ആൾക്കാരെ കണ്ടൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇണങ്ങാതിരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഡാഷാണ് ബ്രീഡ്. എൻ്റെ സ്വന്തം പെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെറ്റ്സിനെ. എൻ്റെ വീട്ടിൽ ആദ്യം ഒരു പൂച്ചയായിരുന്നു. ആ പൂച്ചക്ക് പക്ഷേ പൊതുവെ സ്നേഹമില്ല. അവരാണ് ആ വീട്ടിലത്തെ യജമാനൻ എന്നാണ് അവരുടെ വിചാരം. ആ പൂച്ച ഒരു രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രാത്രി ഇറങ്ങിപ്പോയി. പേർഷ്യൻ ക്യാറ്റായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഡോഗിനെ വളർത്തുന്നത്. നല്ല സർവീസായിരുന്നു. അവനെ ആദ്യം മെരുക്കിയെടുത്ത് അവൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് ചെയ്തത്. ആദ്യം ഇയർ വാക്സ് അത് മൊത്തം ക്ലീൻ ചെയ്തു. നല്ലോണം ഉണ്ടായിരുന്നു. അവനെ കുറേ 6 മാസമായല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവൻ്റെ നെയിൽ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാത്തിനും അവൻ നന്നായിട്ട് സഹകരിച്ചിരുന്നിട്ടുമുണ്ട് കേട്ടോ. ഒരു ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. ആദ്യം ചെറുതായിട്ടൊന്ന് അങ്ങോട്ടൊന്നും കാണിച്ചു എന്നതിനുപരി വേറെ ഒന്നും അവൻ കാണിച്ചിട്ടില്ല. നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരുന്നു. നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെ ഈ സർവീസസ് മാത്രമല്ല, എല്ലാ പെറ്റ് ഗ്രൂമിങ് സർവീസസും അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ വാഷും കൂടെ ഉണ്ട്. വാഷ് ഞങ്ങൾ പക്ഷേ എടുത്തിട്ടില്ല. കാരണം ഇവനെ കുളിപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവൻ നല്ല കുട്ടിയായിട്ട് അടങ്ങി നിന്ന് തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലത്തിയൂരാണ്. ഈ പരിസരത്തുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് നിങ്ങൾക്ക് പെറ്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ പോയിക്കോളൂ. നല്ല സർവീസാണ്. ഈ നഖം വെട്ടാനും ഇതിനും കൂടെ ഞങ്ങൾക്ക് 200 മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.